Hi dear students, welcome back to Xylem Learning. Our screen എന്താണ് കാണുന്നതെന്ന് എന്റെ മക്കൾക്ക് എന്താ ഡൗട്ട് ഉണ്ടാവില്ലേ? യെസ്, നോക്കിക്കേ. How does the Indian judiciary work? അറിയാമോ സക്കീർ ഭായിക്ക്? അറിയില്ലെങ്കിൽ മിസ് പറഞ്ഞുതരടാ എങ്ങനെയാണ് ഇന്ത്യൻ ജുഡീഷ്യറി വർക്ക് ചെയ്യുന്നത്. അപ്പൊ എന്റെ മക്കൾ എല്ലാരും ഈഗർലി വെയിറ്റിംഗ് ആയിട്ട് റെഡി ആയിട്ട് സെറ്റ് ആയിട്ട് നിൽക്കാന്ന് മിസ്സിന് അറിയാം. അപ്പൊ ഇന്ത്യൻ ജുഡീഷ്യറി കേട്ട് പരിയതല്ലാതെ ആക്ച്വലി എങ്ങനെയാണ് ഈ സംഭവം വർക്ക് ചെയ്യുന്നത് എന്ന് എന്റെ മക്കൾക്ക് അറിയില്ലെങ്കിൽ ഇപ്പൊ മിസ് പറഞ്ഞു തരാമടാ. എന്റെ മക്കള് റെഡി ആയിരുന്നോ? ഓക്കേടാ, നമ്മൾ നോക്കിക്കേ. ഇപ്പൊ നമുക്ക് ഒരു ഇന്ത്യൻ ജുഡീഷ്യറിന്റെ കുറച്ച് പിക്ചേഴ്സ് ഒക്കെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അല്ലെ? യെസ്, നമ്മുടെ സുപ്രീം കോർട്ട് കാണുന്നുണ്ട്, ദെൻ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കടാ നമ്മുടെ ഇന്ത്യൻ ജുഡീഷ്യറി പറയുന്നത് എന്താണെന്നുള്ളത്. എടാ നോക്കിക്കേ, ഇന്ത്യൻ ജുഡീഷ്യറി എന്ന് പറയുന്നത് അതൊരു ഇൻഡിപെൻഡന്റ് സിസ്റ്റം ആണ്. എന്താ പറയുന്നത്? ഇന്ത്യൻ ജുഡീഷ്യറി എന്താണെടാ? ഇൻഡിപെൻഡന്റ് സിസ്റ്റം ആണ്. അപ്പൊ മിസ് ഒരു പെന്നൊക്കെ യൂസ് ചെയ്ത് സെറ്റ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കേടാ, അപ്പൊ ഓക്കെ സെറ്റ് അല്ലേ? യെസ്, ഇന്ത്യൻ ജുഡീഷ്യറി എന്താണ്? അതൊരു ഇൻഡിപെൻഡന്റ് സിസ്റ്റം ആണ് ഇന്ത്യൻ ജുഡീഷ്യറി എന്ന് പറയുന്നത്. അവരെന്തൊക്കെയാ ചെയ്യുക? ഇന്റർപ്രറ്റ്സ് ലോ ആൻഡ് പാസസ് എ ജഡ്ജ്മെന്റ്. ഇറ്റ് ഈസ് കോൾഡ് ജുഡീഷ്യറി. അതായത് നമ്മുടെ ലോ ഒക്കെ ഇന്റർപ്റ്റ് ചെയ്തിട്ട് ഓരോ കേസും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് കൃത്യമായുള്ള ഒരു ജഡ്ജ്മെന്റും കാര്യങ്ങളും തീരുമാനിക്കുന്നത് ആരായിരിക്കും? ജുഡീഷ്യറിയാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ ജുഡീഷ്യറി എന്താണ്? അതൊരു ഇൻഡിപെൻഡന്റ് സിസ്റ്റം ആണെടാ, ഇൻഡിപെൻഡന്റ് സിസ്റ്റം ആണ്. അതാണ് ശ്രദ്ധിക്കേണ്ട പോയിന്റ്. അപ്പം നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് നമുക്ക് പോകാം. ഇവിടെ നോക്കി, ആരോ ഒരാൾ ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലേ, എന്താ സംഭവം നമുക്ക് നോക്കിയാലോ. ജഡ്ജസ് ഹു റൺ ദ കോർട്ട് ആർ നോട്ട് ഇലക്റ്റഡ്. ദാറ്റ് മീൻസ്, അതായത് നമ്മുടെ കോർട്ടിലുള്ള ജഡ്ജിമാരെ ഇലക്ട് ചെയ്തിട്ടൊന്നല്ല വരുന്നത്. അതായത് നമ്മൾ ഓരോ 5 വർഷം കൂടുമ്പോൾ കയ്യിൽ മഷിയൊക്കെ തേക്കൂലേ, അതായത് നമ്മുടെ ഇലക്ഷനൊക്കെ നമ്മൾ പോകൂലേ, അങ്ങനെ നമ്മൾ ഇലക്ട് ചെയ്തിട്ടല്ല ആര് വരുന്നത്? നമ്മുടെ ജഡ്ജസ് വരുന്നത്. ജഡ്ജസ് ആണ് ജഡ്ജി വരുന്നത് കേട്ടോ. ആ ജഡ്ജസ് അല്ല, ഇവിടുത്തെ ജഡ്ജി വേറെ. അപ്പൊ ജഡ്ജി വരുന്നത് ഇവിടെ നോക്കിക്കേ, they are selected by existing judges and appointed by the government. നമ്മുടെ ഗവൺമെന്റ് ആയിരിക്കും ആരെ ഇങ്ങനെ നമ്മുടെ ജഡ്ജിമാരെയൊക്കെ അപ്പോയിന്റ് ചെയ്യുന്നത്. ആരാണ്? നമ്മുടെ ഗവൺമെന്റ് ആണ്. അപ്പൊ ആരോ ഇവിടെ നിൽക്കുന്നുണ്ട്. നമ്മുടെ ഒരു ആരാണ്? വക്കീൽ സാർ ഇവിടെ നിൽക്കുന്നുണ്ട്. ആരോ ഇവിടെ കേട്ടു നിൽക്കുന്നുണ്ട്. അപ്പൊ അതെന്തൊക്കെയാ നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായില്ലെങ്കിൽ മിസ് പറഞ്ഞതാ. ഇവിടെ നോക്കിക്കേടാ, this is done to ensure that they are not under the pressure of voters or the politicians. എന്താ പറയുന്നത്? അതുകൊണ്ടാണ് മൂപ്പർക്ക് മൊക്കത്തെന്താ കുറച്ചൊരു കന കേട്ടോ. അതായത് ഈ പൊളിറ്റീഷ്യന്റെ പ്രഷറിലൊന്നല്ല ആര് നമ്മളെന്താണ് പ്രഷർ ആക്കാൻ വേണ്ടിട്ട് ആര് വരുന്നില്ല? പൊളിറ്റീഷ്യൻസ് വരുന്നില്ല. എന്താണ്? നമ്മൾ ഇൻഡിപെൻഡന്റ് ആണ്. നമ്മളെ കയറി ഭരിക്കാനോ അല്ലെങ്കിൽ അത് ചെയ്ത് ചെയ്തെന്ന് പറയാൻ എന്താ പൊളിറ്റീഷ്യൻസ് ഒന്നും വരുന്നില്ല. അടുത്ത പോയിന്റ് ശ്രദ്ധിച്ചേടാ. when these judges operate independently, they are more likely to pass impartial. എന്താണ് പറയുന്നത്? ജഡ്ജസ് ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നെങ്കിൽ, ഈ ജഡ്ജിമാരെന്താ ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ എന്താണ് അവർക്ക് ജഡ്ജ്മെന്റ് ഒക്കെ എന്ത് ആക്കാം എന്നാ പറയുന്നത്? ഇംപാർഷ്യൽ ആയിട്ട്. ഒരാളുടെ പക്ഷം ചേരേണ്ട ആവശ്യമില്ലടാ. ഇന്ന പൊളിറ്റീഷ്യൻസ് വരുമ്പോ ആ നിയമം മാറ്റാനോ അല്ലെങ്കിൽ ഇന്ന ആളുകൾ അത് പറ്റില്ല, ഞങ്ങളെ കൂട്ടരാണ്, അവരെ ശിക്ഷിക്കരുത് എന്ന് പറയുന്ന സമയത്ത് അതൊന്നും കേൾക്കേണ്ട ആവശ്യം ആർക്കില്ലടാ? നമ്മുടെ ജുഡീഷ്യറിക്കില്ല. നമ്മുടെ ആരാ? നമ്മുടെ വക്കീല് ജഡ്ജിമാർക്ക് ഇല്ല എന്നാണ് പറയുന്നത്. നോക്കിക്കേടാ, അങ്ങനെയാണെങ്കിൽ so how does the judiciary work? എങ്ങനെയായിരിക്കും ജുഡീഷ്യറി വർക്ക് ചെയ്യുന്നത്? യെസ്, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. The court interpret the law framed by the legislature. They give judgments relating to disputes between the individuals and between individuals and the government. എന്താ പറയുന്നതടാ? ഇവിടെ ഇൻഡിവിജ്വൽസും അതേപോലെ തന്നെ ഇൻഡിവിജ്വലും ഗവൺമെന്റും തമ്മിലുള്ള ഡിസ്പ്യൂട്ട്സ്, തർക്കങ്ങളൊക്കെ നോക്കി അത് കൃത്യമായിട്ട് ആരുടെ പക്ഷത്തെ തെറ്റ് അവർക്ക് എന്താണ് അതിന് തക്കതായ ശിക്ഷയും കാര്യങ്ങളൊക്കെ ലെജിസ്ലേറ്ററിൽ പറയുന്ന പോലെ എന്താണ് നോക്കി സെറ്റാക്കി ലോസ് ഒക്കെ ഇന്റർപ്റ്റ് ചെയ്യുന്നതൊക്കെ ആരാണ്? നമ്മുടെ ഈ ജുഡീഷ്യറിയാണ്. നോക്കിക്കേ, they perform the important task. അവർക്ക് അതേ സെയിം ടൈം എന്താ
എന്താ ഒരു ഇമ്പോർട്ടന്റ് ടാസ്ക് കൂടെ ഉണ്ട്. എന്താണ് ഇവിടെ ടാസ്ക് എന്ന് പറയുന്നത്? പ്രൊട്ടക്ടിങ് ദ ലൈഫ്, പ്രോപ്പർട്ടി, ഡിഗ്നിറ്റി ആൻഡ് റൈറ്റ്സ് ഓഫ് ദ സിറ്റിസൺ. ദാറ്റ് മീൻസ് അതായത് നമ്മുടെ പ്രോപ്പർട്ടി, ദെൻ ഡിഗ്നിറ്റി, റൈറ്റ്സ് എല്ലാം പ്രൊട്ടക്ട് ചെയ്യേണ്ടത് ആരാ? നമ്മുടെ ജുഡീഷ്യറിയാണ്. അപ്പൊ ഈ ജോലികളൊക്കെ ആർക്കുണ്ട്? നമ്മുടെ ജുഡീഷ്യറിക്ക് ഉണ്ട് എന്നുള്ള കാര്യം മറന്നു പോകണ്ട കേട്ടോ. ഓക്കേടാ, അടുത്തതിലേക്ക് നോക്കിക്കേ. ഇവിടെ എന്താ? only when the laws are followed and implemented in an impartial manner can the state function smoothly. അതായത് ഇവർക്ക് എന്താണ്? ഇമ്പാർഷ്യൽ രീതിയിലൂടെ പോയാൽ മാത്രമേ, ഇമ്പാർഷ്യലി ആയിട്ട് ഒരാളുടെ പക്ഷം ചേർന്ന് പോവാതെ കൃത്യമായിട്ട് നിയമം പറയാനും പ്രവർത്തിക്കാനും അത് നടപ്പിലാക്കാനും സാധിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ എന്താ നമ്മുടെ രാജ്യത്തെ കാര്യങ്ങളൊക്കെ ഫങ്ഷൻസ് ഒക്കെ സ്മൂത്ത് ആയിട്ട് പോവുകയുള്ളൂ. അതേപോലെ എന്താ? ജുഡീഷ്യറി ഈസ് ഇമ്പോർട്ടന്റ് പാർട്ട് ഓഫ് ദ ഗവൺമെന്റ്. നമ്മുടെ ഗവൺമെന്റിന്റെ ഒരു ഇമ്പോർട്ടന്റ് പാർട്ട് തന്നെയാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ ജുഡീഷ്യറി എന്ന് പറയുന്നത്. അത്രത്തോളം എന്താണ്? ജുഡീഷ്യറിക്ക് പ്രാധാന്യമുണ്ട് മക്കളെ. അത്രത്തോളം വളരെയധികം പ്രാധാന്യമുള്ള ഒരു കൂട്ടരാണ് ആര്? നമ്മുടെ ജുഡീഷ്യറി എന്ന് പറയുന്നത്. അണ്ടർ അവർ കോൺസ്റ്റിറ്റ്യൂഷൻ വി ഹാവ് എ കോമൺ ജുഡീഷ്യൽ സിസ്റ്റം ഫോർ ദ എൻറ്റയർ കൺട്രി. നമുക്കറിയാം ഇന്ത്യയിൽ ഒരുപാട് സ്റ്റേറ്റുകളുണ്ട്. എന്റെ മക്കൾക്ക് ഇന്ത്യയിൽ എത്ര സ്റ്റേറ്റുകൾ ഉണ്ടെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല, ഓൾറെഡി നിങ്ങൾക്ക് അറിയൂലേ? ഒന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ. അപ്പം നമ്മുടെ ഇന്ത്യയിലെ ഈ സ്റ്റേറ്റുകളിലൊക്കെ ഓരോ സ്റ്റേറ്റിലും ഓരോ രീതിയിലുള്ള നിയമങ്ങളല്ല, എല്ലായിടത്തും ഒരുപോലുള്ള നിയമങ്ങളാണ്. ഒരു കോമൺ നിയമമാണ്, കോമൺ ലോ ആണ് എല്ലായിടത്തും ഉള്ളത്. ഒരു കോമൺ ആയിട്ടുള്ള ജുഡീഷ്യൽ സിസ്റ്റമാണ് എല്ലായിടത്തും നമുക്ക് എന്താ കാണാൻ സാധിക്കുന്നത് അല്ലെ? അതെന്തുകൊണ്ടായിരിക്കും എന്ന് പറയാൻ പറ്റുമോ? ഗസ് ചെയ്യാൻ പറ്റുമോ? This common judicial system is held by the Chief Justice of the Supreme Court of India at the national level. That means national level ഈ ഒരു കോമൺ ജുഡീഷ്യൽ സിസ്റ്റത്തിന്റെ ഹെഡ് ആരായിരിക്കും എന്നാ പറയുന്നത്? നമ്മുടെ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയിരിക്കും അല്ലെ? എന്തുകൊണ്ടായിരിക്കും ഈ ഒരു കോമൺ ലോ ഉണ്ടാകുന്നത്? അതായത് ഓരോ സ്ഥലത്ത് ഓരോ രീതിയിലുള്ള നിയമങ്ങളും കാര്യങ്ങളും ആണെങ്കിൽ നമുക്ക് എന്താ ഭരിക്കാനും വളരെ ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് പൊതുവായിട്ടുള്ള ഒരു നിയമമാണെങ്കിൽ, ഒരു ലോ ആണെങ്കിൽ അത് നമുക്ക് വേഗം ഇംപ്ലിമെന്റ് ചെയ്യാനും എന്താണ് അവർ ചെയ്ത കുറ്റങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് ചെയ്യാൻ സാധിക്കും. അല്ലാതെ ഓരോ സ്ഥലത്ത് ഓരോ രീതിയിലുള്ള നിയമങ്ങളും അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഒന്നും അല്ല നമുക്കുള്ളത്. നമുക്ക് മൊത്തമായിട്ട് ഇന്ത്യയിൽ എല്ലാവർക്കും കൂടി ഒരൊറ്റ കോൺസ്റ്റിറ്റ്യൂഷൻ ആണുള്ളത്. അപ്പൊ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന നിയമങ്ങളൊക്കെ നമ്മൾ എന്താ ഇന്ത്യയിലെ എല്ലാ സിറ്റിസണും, എല്ലാ സ്റ്റേറ്റിലെ എല്ലാ സിറ്റിസണും എന്ത് ചെയ്യണം? പാലിക്കണം എന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കേടാ, അടുത്ത നോക്കിക്കേ. ഇത് എവിടെയാണെന്നറിയോ? ഇത് ആരാന്നറിയോ? ഇത് ഏത് പിക്ചറാന്നറിയോ? നോക്കിയടാ. ദ ഹയസ്റ്റ് കോർട്ട് ഓഫ് ലോ ആൻഡ് ഇന്ത്യ ഈസ് ദ സുപ്രീം കോടതി. ഇന്ത്യയിലെ പരമോന്നത കോടതി എന്ന് പറയുന്നത് ഏതാണ്? സുപ്രീം കോടതി തന്നെയാണ്. ഇന്ത്യയിലെ പരമോന്നത കോടതി ആരാണ്? സുപ്രീം കോടതിയാണ് അല്ലെ? നമുക്ക് എന്താ സുപ്രീം, ആ പേര് കേൾക്കുമ്പോ തന്നെ മനസ്സിലാവും. സുപ്രീം ആയിട്ടുള്ള ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു കോർട്ട് എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ സുപ്രീം കോടതിയാണ്. അതെല്ലാവർക്കും അറിയുന്നതായിരിക്കും. അങ്ങനെയാണെങ്കിൽ മിസ് അടുത്ത സെക്ഷനിലേക്ക് പോവാണ്. ഇവിടെ നോക്കിക്കേ. സുപ്രീം കോർട്ട് കൺസിസ്റ്റ് ഓഫ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ എന്താണ്? സുപ്രീം കോടതിയിൽ ഒരു ചീഫ് ജസ്റ്റിസിനും കാണാം. ഇദ്ദേഹം അല്ലാതെ 25 ജഡ്ജസിനെയും നമുക്ക് എന്താണ് സുപ്രീം കോർട്ടിൽ കാണാൻ സാധിക്കും. ഓൾ ദ ജഡ്ജസ് ആർ അപ്പോയിന്റഡ് ബൈ ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യൻ പ്രസിഡന്റ് ആയിരിക്കും എല്ലാ ജഡ്ജസിനും എന്ത് ചെയ്യുന്നത്? ആ ജഡ്ജിമാരെയും അപ്പോയിന്റ് ചെയ്യുന്നത്. നോക്കിയടാ. ദ സുപ്രീം കോർട്ട് ഇൻ ന്യൂഡൽഹി. എവിടെയാണ് നമുക്ക് സുപ്രീം കോടതി കാണാൻ പറ്റുന്നത്? സുപ്രീം കോടതി നമ്മുടെ ന്യൂഡൽഹിയിലാണ് നമ്മുടെ സുപ്രീം കോടതി ഉള്ളത് കേട്ടോ. ദ ചീഫ് ജസ്റ്റിസ് ഓഫ് ദ ഹയർ കോർട്ട് ഹാസ് ദ ജുഡീഷ്യറി അറ്റ് ദ സ്റ്റേറ്റ് ലെവൽ. അപ്പൊ നമുക്ക് എല്ലാം നോക്കുന്നത് ആരാണ്? നമ്മുടെ സ്റ്റേറ്റ് കോർട്ടിലേക്ക് വരുന്ന സമയത്ത് അവിടുത്തെ ഏറ്റവും വലിയ കോടതി എന്ന് പറയുന്നത് ഏതാ? ഹൈക്കോടതിയാണ്. നാഷണൽ ലെവലിൽ നോക്കുന്ന സമയത്ത് ഏതാണ്? സുപ്രീം കോടതിയാണ് കേട്ടോ. ഓക്കെ അല്ലേടാ? അപ്പൊ നോക്കിക്കേ എന്റെ മക്കളെ. അപ്പൊ എന്തുകൊണ്ടായിരിക്കും എടാ കോമൺ ജുഡീഷ്യൽ സിസ്റ്റം? നേരത്തെ മിസ് ഈ ഒരു വാക്ക് പറഞ്ഞു, കോമൺ ജുഡീഷ്യൽ സിസ്റ്റം, കോമൺ ജുഡീഷ്യൽ സിസ്റ്റം. എന്താണ് അതിന്റെ റീസൺ എന്നറിയോ? എന്താണ് അതിന്റെ കാരണം എന്നറിയോ? ഒരു കോമൺ ആയിട്ടുള്ള ഒരു ജുഡീഷ്യൽ സിസ്റ്റത്തിന്റെ
യെസ് ഡാ, എന്താണടാ കോമൺ ജുഡീഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്? എന്റെ മക്കൾ ഇവിടെ നോക്കിക്കേ. എ കോമൺ ജുഡീഷ്യൽ സിസ്റ്റം അലോസ് ഓൾ കോർട്സ് ടു ഇംപ്ലിമെന്റ് ലോസ് ഫ്രെയിം ബൈ ഓർ ദ ലെജിസ്ലേച്ചർ ഓഫ് ദ കൺട്രി. നമ്മുടെ ലെജിസ്ലേച്ചർ എന്താണ് ഫ്രെയിം ചെയ്യുന്ന ലോസ് ആണ് ആരെ? നമ്മുടെ എല്ലാ സ്റ്റേറ്റിലെയും കൺട്രിയിലെ എല്ലാ സ്റ്റേറ്റിലും എന്ത് ചെയ്യുന്നത്? ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഹാവിംഗ് എ കോമൺ ജുഡീഷ്യൽ സിസ്റ്റം ഹെൽപ്സ് ഇൻ പ്രൊമോട്ടിംഗ് നാഷണൽ യൂണിറ്റി. ദാറ്റ് മീൻസ് ഓരോ സ്റ്റേറ്റിനും ഓരോ രീതിയിലുള്ള അവര് ലോസും കാര്യങ്ങളാണെങ്കിൽ ഒരിക്കലും നമുക്ക് അവിടെ എന്താ നാഷണൽ യൂണിറ്റി ബിൽഡ് ചെയ്യാൻ സാധിക്കില്ല. സോ നമുക്കൊരു കോമൺ യൂണിറ്റി, ഒരു കോമൺ ജുഡീഷ്യറി ആണെങ്കിൽ, ഒരു കോമൺ ലോ ആണ് നമുക്കുള്ളതെങ്കിൽ അവിടെ നമുക്ക് എന്ത് ബിൽഡ് ചെയ്യാൻ സാധിക്കും? നമ്മുടെ നാഷണൽ യൂണിറ്റി ബിൽഡ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടൊക്കെ തന്നെയാണ് നമുക്ക് എന്താണ് ഒരു കോമൺ ജുഡീഷ്യൽ സിസ്റ്റം നിലവിലുള്ളത്. ഇനി ഇവിടെ എന്റെ മക്കൾ നോക്കിക്കേ, ഹൈക്കോർട്ടിന് നമുക്ക് കാണാം. മിസ് നേരത്തെ പറഞ്ഞതുപോലെ നാഷണൽ ലെവലിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഏറ്റവും ഹൈ ആയിട്ടുള്ളത് ആരാണ്? നമ്മുടെ ഹൈക്കോർട്ട്, പരമോന്നത കോടതിയാണോ? ഹൈക്കോർട്ടിലാണോ? നാഷണൽ ലെവലിലാണോ? അല്ല. നാഷണൽ ലെവലിൽ ആരായിരിക്കും? നമ്മുടെ സുപ്രീം കോടതിയാണ് അൾട്ടിമേറ്റ് പരമോന്നത കോടതി. നാഷണൽ ലെവലില് നമ്മൾ എവിടെയൊക്കെയാണ്? നമ്മളെ സ്റ്റേറ്റിലേക്ക് വരുന്ന സമയത്ത് അവിടെ നമുക്ക് എന്താ കാണുന്നത്? ഹൈക്കോടതിയാണ് കാണുന്നത്. അപ്പൊ സ്റ്റേറ്റ് ലെവൽ ആരാണ്? ഹൈക്കോടതി. ഹൈക്കോടതിന്റെ അണ്ടറിൽ എന്തുണ്ടായിരിക്കും? നമ്മുടെ ജില്ലാ കോടതി, ഡിസ്ട്രിക്ട് കോടതി ഉണ്ടായിരിക്കും. അവരുടെ അണ്ടറിലായിട്ട് നമ്മുടെ സിവിൽ ജഡ്ജ് ഉണ്ടായിരിക്കും. സ്മോൾ സിവിൽ കേസസ് നോക്കുന്ന കോർട്ട് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ക്രിമിനൽ മജിസ്ട്രേറ്റീവ് ഉണ്ടായിരിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഡിവൈഡ് ചെയ്ത് വെച്ചത്. ഇത് നമ്മുടെ ഹൈക്കോർട്ടിന്റെ കേസ് ആട്ടോ. ഇവരുടെ മുകളിലായിട്ട് ആരുണ്ട്? നമ്മുടെ സുപ്രീം കോടതി. ഇതിന്റെ എല്ലാത്തിനും അൾട്ടിമേറ്റ് ആയിട്ട് ആരാണുള്ളത്? SC എന്ന് പറയുന്ന ആരാണ്? നമ്മുടെ സുപ്രീം കോർട്ടിന്റെ ഷോർട്ട് ആട്ടോ. മിസ് അവിടെ എഴുതിയിട്ടുണ്ടായത്. ഓക്കെ അല്ലടാ? ഇനി ഇവിടെ ശ്രദ്ധിച്ച മക്കളെ, ഇപ്പം നിലവില് എത്ര കോർട്ട് ഉണ്ടടാ? സുപ്രീം കോർട്ട് നമുക്കറിയാം ഒന്നേ ഉള്ളൂ. പക്ഷെ നിലവിൽ എത്ര ഹൈക്കോർട്ട് നമുക്കുണ്ട്? കറന്റ്ലി there are 25 ഹൈക്കോർട്ട്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ നിലവിൽ 25 ഹൈക്കോർട്ട്സ് ആണ് നിലവിൽ ഉള്ളത്. അപ്പൊ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യും, അല്ല മിസ്സേ, ഇന്ത്യയിലെ സ്റ്റേറ്റിൽ വെച്ച് നോക്കുന്ന സമയത്ത് 25നെക്കാട്ടും കൂടുതൽ ഉണ്ടാവേണ്ടല്ലേ? ഓരോ സ്റ്റേറ്റിന് ഒരു ഹൈക്കോർട്ട് എന്ന് പറയുന്ന സമയത്ത് നമുക്കെന്താ അതിൽ കൂടുതൽ 25ൽ കൂടുതൽ ഉണ്ടാവേണ്ടതില്ലെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവില്ലേ? എന്നാൽ ആ കാൽക്കുലേഷൻ തെറ്റാണ്. ഇവിടെ മാത്സ് ഒന്നും പ്രയോഗിക്കേണ്ട. എന്താ സംഭവം എന്ന് മിസ് പറഞ്ഞു തരാം. അതായതെടാ, ഇവിടെ നോക്കിക്കേ, നോട്ട് എവറി സ്റ്റേറ്റ് ഹാസ് എ ഹൈ കോർട്ട്സ് ഓഫ് ഇറ്റ്സ് ഓൺ. എന്തുകൊണ്ടായിരിക്കും ഈ കുട്ടീനെ പോലെ ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നുണ്ടാ അല്ലെ? യെസ് ഡാ, എല്ലാ നമ്മുടെ രാജ്യത്ത്, നമ്മുടെ കൺട്രിയിലെ എല്ലാ സ്റ്റേറ്റിലും എന്താണ്? ഹൈക്കോടതികളില്ല, ഹൈക്കോർട്ട് ഇല്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം 25 ഹൈക്കോടതി മാത്രമേ ഉള്ളൂ. അപ്പൊ അതിനെക്കാട്ടും കൂടുതൽ സ്റ്റേറ്റ് ഉള്ള സ്ഥിതിക്ക് എന്താണ് ഹൈക്കോർട്ട് വേണമെന്ന് പറയാം. പക്ഷെ എന്തുകൊണ്ടാണ് 25 ഹൈക്കോർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് എക്സ്പെൻഡിച്ചറും കാര്യങ്ങളും ഒരുപാട് ചെലവും കാര്യങ്ങളും വരാതിരിക്കാൻ. ഇപ്പൊ ചെറിയ ചെറിയ സ്റ്റേറ്റ് ഉണ്ടാവില്ലേ, ആ ഓരോ ചെറിയ സ്റ്റേറ്റും നമ്മൾ ഓരോ ഹൈക്കോർട്ട് ആക്കുന്നതിനേക്കാൾ നല്ലത് ഒരു 3-4 ചെറിയ സ്റ്റേറ്റ് ചേർത്ത് വെച്ചിട്ട് അവിടെ എന്താ ഒരു ഹൈക്കോർട്ട് അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്, നമുക്ക് ഒരുപാട് എക്സ്പെൻഡിച്ചർ ചെലവും കാര്യങ്ങളും വരാതെ നമുക്ക് എന്താണ് സേവ് ചെയ്യാനും സാധിക്കും. അതുകൊണ്ടാണ് ഒരുപാട് ഹൈക്കോർട്ടുകളും കാര്യങ്ങളും ഇല്ലാതെ നമുക്ക് നിലവിൽ കറന്റ്ലി എന്നായ പറഞ്ഞിട്ടുള്ളൂ. ഇനി ഫ്യൂച്ചറിൽ നമുക്ക് എന്താ ഓരോ സ്റ്റേറ്റിന് ഓരോ ഹൈക്കോർട്ട് എന്ന നിലയിൽ മാറില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ നിലവിൽ നമുക്ക് എന്താണ് 25 ഹൈക്കോർട്ടേ ഉള്ളൂ കേട്ടോ. അത് ആലോചിച്ച് വെക്കണേ. ഇനി അടുത്ത നോക്കിക്കേടാ, the position of the high court judge is powerful, therefore need very qualified people to be occupied such position. അതായത് ഇദ്ദേഹത്തിനെ പോലുള്ള ജഡ്ജിമാരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവേ. ഇതേതാ മൂവി എന്നറിയില്ലേ? ഒന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചേടാ, ഹൈക്കോർട്ടിലെ ജഡ്ജസ് എന്ന് പറയുന്ന സമയത്ത് അവര് ഭയങ്കര പവർഫുൾ ആയിരിക്കും. അതേപോലെ എന്താണ് നല്ല രീതിയിലുള്ള ക്വാളിഫിക്കേഷനൊക്കെ ഉള്ള ആളുകളെ ആ ഒരു പൊസിഷനിൽ വരുള്ളൂ. അതായത് ക്വാളിഫിക്കേഷൻ ഇല്ലാതെ ഒരു ആളുകളൊന്നും എവിടെ നമ്മുടെ ഹൈക്കോർട്ടിലെ ജഡ്ജിന്റെ പൊസിഷനിൽ വരില്ല കേട്ടോ. അതേപോലെ തന്നെ അവരെന്തായിരിക്കും വളരെയധികം നോളജബിൾ ആയിട്ടും എഫിഷ്യന്റ് ആയിട്ടുള്ള ആളുകളായിരിക്കും എന്താ ഹൈക്കോർട്ടിലെ ജഡ്ജ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ നോക്കിക്കേ, വാട്ട് ആർ ദ ക്വാളിഫിക്കേഷൻസ് ഓഫ് എ ഹൈക്കോർട്ട് ജഡ്ജ്? ഒരു ഹൈക്കോർട്ട് ജഡ്ജ് ആവണമെന്ന് ഇതൊക്കെ പറയുന്ന സമയത്ത് എന്റെ മക്കളെ മനസ്സിൽ ആഗ്രഹമുണ്ടെങ്കിൽ ക്വാളിഫിക്കേഷൻ നോക്കിക്കോളൂ കേട്ടോ. നോക്കിക്കേടാ, he or she must be സിറ്റിസൺ ഓഫ് ഇന്ത്യ. അപ്പൊ ഈ ക്ലാസ് കേട്ടോണ്ടിരിക്കുന്ന എന്റെ മക്കൾ എല്ലാവരും എന്താ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കില്ലേ? അല്ലെ? യെസ്. അപ്പൊ ഇന്ത്യൻ സിറ്റിസൺ ആവണമെന്നാണ് ഒന്നാമത്തെ ക്രൈറ്റീരിയ. അത് നമ്മൾ പാസ്സായി കഴിഞ്ഞേ. അടുത്തത് എന്താണ്? he or she
must have served under the Indian judiciary for at least 10 years. At least 10 years എന്തായിരിക്കണം അവർക്ക് ഇന്ത്യൻ ജുഡീഷ്യറിയിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം, വർക്ക് ചെയ്തിട്ടുണ്ടാവണം. അല്ലെങ്കിൽ should have been an advocate in any of the high court for at least 10 years. So ഈ രണ്ടിലൊക്കെ എക്സ്പീരിയൻസ്, ഈ പറഞ്ഞ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഹൈ കോർട്ടിലെ ജഡ്ജ് ആവാന്നാ പറയുന്നത്. അപ്പൊ ആർക്കെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ഇപ്പോഴേ ശ്രമിച്ചോളൂ കേട്ടോ. യെസ്, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മക്കളെ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പം എന്റെ മക്കൾക്ക് കൃത്യമായിട്ട് ജുഡീഷ്യറിനെ കുറിച്ചിട്ടും നമ്മുടെ ഹൈക്കോർട്ടിനെ കുറിച്ചിട്ടൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചില്ലേ? അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കട്ടോ. ഹെൽപ്ഫുൾ ആയില്ലേ? ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ ഇതേപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ആയിട്ട് ഇനിയും വരും. അപ്പൊ ഏതൊക്കെ സെക്ഷനിൽ ഏതൊക്കെ കൈൻഡ് ഓഫ് വീഡിയോസ് ആണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് കമന്റ് ചെയ്താൽ ആ വീഡിയോസ് ആയിട്ട് എത്രയും പെട്ടെന്ന് മിസ് വരും കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ സെക്ഷൻ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ഇൻട്രസ്റ്റിംഗ് കോണ്ടന്റ് ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. സോ ദാറ്റ്സ് ഓൾ ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ് us dears.